ഇന്നത്തെ വീഡിയോയിൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഒഴിച്ചുകറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ കുമ്പളങ്ങയും ചെമ്മീനും ചേർത്തിട്ടുള്ള ഒരു ഒഴിച്ചുകറിയാണ് ഇന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു കഷ്ണം കുമ്പളങ്ങ, അതുപോലെ തന്നെ ഒരു തക്കാളി, ഒരു 4 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത്, അതിൻ്റെ കൂടെ തന്നെ ഒരു പിടി ചെമ്മീൻ. നമ്മൾ റോസ്റ്റ് ചെയ്യാനൊക്കെ ചെമ്മീൻ എടുക്കുമ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റി വെച്ചാൽ മതിയാവും ഈ ഒരു കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട്. മീനൊക്കെ മുളകിട്ട് വെക്കുന്ന ആ ഒരു സമയത്ത് ഇതുപോലൊരു കറിയും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ ലഞ്ചിന് പിന്നെ നമുക്ക് വേറെ ഒന്നും വേണ്ടി വരില്ല. അപ്പോൾ ഈ ഒരു കറി എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു കറി ഞാൻ മൺകലത്തിലാണ് റെഡിയാക്കി എടുക്കുന്നത്. അതായിരിക്കും നമുക്ക് ഈ കറി വെക്കാനായിട്ട് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമൊക്കെ ഉപയോഗിക്കുന്നതിനേക്കാളും നല്ലത് ഈ ഒരു മൺകലം തന്നെയായിരിക്കുള്ളൂ. ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന കുമ്പളങ്ങ അരിഞ്ഞതും, അതുപോലെ തന്നെ തക്കാളിയും പച്ചമുളകും ചെമ്മീനും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. വളരെ സിമ്പിളാണ് ഈ കറി റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ അടുക്കളയിലൊക്കെ ആദ്യമായിട്ടൊക്കെ കയറിയിട്ട് നമ്മളെന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്ന ആ ഒരു സമയത്ത് ഈ ഒരു കറിയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിതിലേക്ക് എല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇതിൻ്റെ മുകളിൽ നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് കുമ്പളങ്ങ ആയാലും ചെമ്മീനായാലും പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നൊരു സംഭവമാണ്. അപ്പോൾ അത് വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും അതിൻ്റെ ഒപ്പം തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. വേറെ നമ്മൾ മുളക് പൊടിയോ അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല. പച്ചമുളകിൻ്റെ എരിവ് തന്നെ മതിയാവും ഇതിന്. അപ്പോൾ നമുക്ക് നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓണാക്കി കൊടുക്കുക. അപ്പോൾ ഇത് തിളക്കുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ കറിയൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള അരപ്പും കൂടെ റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു തേങ്ങയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ 5-6 അല്ലി ചുവന്നുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് എല്ലാം കൂടെ ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കണം. ഇനി കുമ്പളങ്ങ നല്ലോണം വെന്തോ എന്ന് നോക്കിയിട്ട് നമ്മൾ ഇതിലേക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചെമ്മീത്തിന് നമുക്കധികം വേവില്ല എന്നുള്ളത് അറിയാം. ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ചെമ്മീനൊക്കെ നല്ലോണം ഒന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ഈ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അരപ്പൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ മിക്സിയുടെ ജാറൊക്കെ ഒന്ന് കഴുകിയിട്ട് എല്ലാ ഭാഗത്തുനിന്നും നമ്മൾ നല്ല വൃത്തിയായിട്ട് തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഗ്രേവിയും കിട്ടും. അപ്പോൾ ഒരുപാട് തിക്കാവാനും പാടില്ല, എന്നാൽ ഒരുപാട് ലൂസാവാനും പാടില്ല. അതുപോലെയാണ് ഇതിൻ്റെ ഗ്രേവി ഇരിക്കേണ്ടത്. അതുപോലെ തന്നെ തേങ്ങ അരപ്പ് ചേർത്തിട്ട് നമ്മൾ ഒരുപാടിട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ചെമ്മീനായതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒന്ന് പിരിഞ്ഞ പോലെ ആയിപ്പോവും. അപ്പോൾ കുറേ തിളക്കാണ്ട് തിളച്ച് വരുന്ന ആ ഒരു സമയത്ത് നമ്മളിതിലേക്ക് കുറച്ച് വറവും കൂടി ഇട്ട് കൊടുക്കണം. വറവിടുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കൊച്ചുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് വറ്റൽമുളകും കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളത് വെളിച്ചെണ്ണയിൽ കടുക് താളിച്ചിട്ട് ഇതും കൂടെ ചേർത്ത് മൊരിയിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇറക്കുന്ന സമയത്ത് ഒരു നുള്ളു മുളക് പൊടിയും കൂടെ ചേർത്താൽ ഇതിന് നല്ല കളറും കൂടെ കിട്ടും. എന്നിട്ട് ഇത് ഞാൻ അപ്പം തന്നെ ഒന്ന് മൂടി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മൂടി വെക്കുന്നത് ഇതിൻ്റെ ഫ്ലേവറൊന്നും പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. കറിയിൽ നമുക്ക് ശരിക്കും ആ ഒരു ഫ്ലേവറൊക്കെ പിടിച്ച് കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കുള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.